അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൻതും ഖൈറ ഉമ്മ أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله صدق الله مولانا العظيم. سئل رسول الله صلى الله عليه وسلم أي المؤمنين أفضل إيمانا؟ قال أحسنهم خلقا صدق رسوله الأمين. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليلي ويرى عروق نياطها في نهرها والمخ في تلك العظام النحلي. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൽസ്വഭാവത്തിൻ്റെ ദീനിലെ പ്രസക്തിയെക്കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ചാണ് ഏതാനും ആഴ്ചകളായി നമ്മൾ തുടർന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സൽസ്വഭാവം എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ അത് കേവലം ഒരു പുണ്യമോ ഒരു നന്മയോ മാത്രം അല്ല. ഒത്തിരി കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങളുണ്ട്, നന്മകളായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കേവലം ഒരു പുണ്യകാര്യം, ഒരു നന്മ എന്ന വിധത്തിലല്ല സൽസ്വഭാവം എന്ന ഗുണം ഉള്ളത്. പിന്നെയോ എന്താണ് ഇസ്ലാമിൽ സൽസ്വഭാവം? അത് ഈമാനിൻ്റെ ഫലമാണ്. ഉന്നതമായ ഈമാനുള്ള വ്യക്തികൾക്ക്, മുഅ്മിനീങ്ങൾക്കുണ്ടാകുന്ന ഗുണമാണ്. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയുമാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂൽ ചോദിക്കപ്പെട്ടു. സ്വഹാബാക്കളുടെ ഭാഗത്ത് നിന്ന് ചോദ്യം ഉയർന്നു. എന്താണ് ചോദ്യം? അയ്യുൽ മുഅ്മിനീന അഫ്ളലു ഈമാനൻ യാ റസൂലല്ലാഹ്. ഈമാനിൻ്റെ പവർ, ഈമാനിൻ്റെ കരുത്ത്, ഈമാനിൻ്റെ ശക്തി വ്യത്യസ്ത അളവിലാണ്. എല്ലാവർക്കും ഒരേ ഈമാനല്ല. ഈമാനിൻ്റെ റേഞ്ചിൽ ഏറ്റ വ്യത്യാസം ഉണ്ടാകും. ഈ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അയ്യുൽ മുഅ്മിനീന അഫ്ളലു ഈമാന, ഏറ്റവും ഉന്നതമായ ഈമാനുള്ള, ഫലവത്തായ ഈമാനുള്ള, അള്ളാഹുവിന് തൃപ്തിയുള്ള വിശ്വാസമുള്ള സത്യവിശ്വാസികൾ ആരാണ് റസൂലേ? മുഅ്മിനീങ്ങളിൽ ഫലവത്തായ ഈമാനുള്ള, ഉന്നതമായ ഈമാനുള്ള, പവിത്രമായ കരുത്തുറ്റ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ആരാണ് റസൂലേ? ഇതാണ് ചോദ്യം. ഖാല, അവിടുന്ന് പറഞ്ഞ മറുപടി അഹ്സനുഹും ഖുലുഖാ,
മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവത്തിന്റെ വക്താക്കൾ ആരോ അവരാണ് ഈമാൻ കൊണ്ട് വളർന്നവർ. അഫ്ളലായ ഈമാനിന്റെ ഉടമകൾ അവരാണ്. അവരുടെ കൂട്ടത്തിലെ സൽസ്വഭാവികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ മുഅ്മിനീങ്ങളാവുമ്പോൾ സൽസ്വഭാവികളായ മുഅ്മിനീങ്ങളായാലാണ് ആ ഈമാനിന് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ ബേസാണ്, തറയാണ് സൽസ്വഭാവം എന്നത്. സ്വഹാബാക്കളിലെ കൂട്ടത്തിലെ ഖുർആൻ പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതരായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സത്യവിശ്വാസികൾ, അക്കാലത്തെ മുഅ്മിനീങ്ങൾ, സ്വഹാബികളും താബിഉകളുമായ ആളുകൾ ചോദിച്ചു, മൽ കറമു, ആദരവും ബഹുമാനവും എന്താണ്? ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ആദരവ്, ബഹുമാനം. നമ്മൾ ആദരണീയരാകണം, ബഹുമാന്യരാകണം. നിന്യരും നിസാരരും മെനകെട്ടവരുമാകാൻ ആരും താല്പര്യപ്പെടില്ലല്ലോ. മൽ കറമു, ആരാണ് ആദരണീയർ, ബഹുമാന്യരായ ആളുകൾ ആരാണ്? മഹാനരായ ഖുർആൻ പണ്ഡിതരായ സ്വഹാബി ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു, ഹുവമാ ബയ്യനല്ലാഹു ഫീ കിതാബിഹിൽ അസീസ്. അത് അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്കാണ് ആദരവുണ്ടാവുക, ആരാണ് ബഹുമാന്യരായ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ്? ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ കാൽക്കുലേറ്ററിൽ, അള്ളാഹുവിന്റെ പരിഗണനയിൽ ഏറ്റവും ആദരിക്കപ്പെട്ടവർ, ബഹുമാന്യരായ ആളുകൾ കുലമഹിമയുള്ളവരല്ല, പണമുള്ളവരല്ല, അധികാരം കയ്യിലേന്തുന്നവരല്ല. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, ഏറ്റവും നല്ല തഖ്വയുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ ആദരണീയരായ ബഹുമാന്യരായ ആളുകൾ. ഇത് ഖുർആനിൽ അല്ലാഹ് വ്യക്തമാക്കിയതാണല്ലോ. ഫസുഇല മൽ ഹസബു, എന്താണ് തറവാടിത്തം? തറവാടിത്തം വേണം. അവൻ ആളൊരു തറവാടി എന്ന് പറയാലോ, അല്ലേ? തറവാടികളുടെ സ്വഭാവം എന്ന് പറയാലോ. ആരാണ് യഥാർത്ഥ തറവാടി എന്ന് ഇബ്നു അബ്ബാസ് എന്നവരോട് അക്കാലത്തെ സത്യവിശ്വാസികൾ ചോദിച്ചപ്പോ ഖുർആൻ പണ്ഡിതരായ സ്വഹാബി വര്യം പറഞ്ഞ എന്താണ്? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തറവാടി അഹ്സനുകും ഖുലുഖ, നല്ല സ്വഭാവത്തിന്റെ ഉടമകൾ. അതാണ് ദീനിലെ തറവാടി. അല്ലാതെ കുലമഹിമയോ തറവാട്ട് വിഷയത്തിൽ പേരിലും പെരുമയിലുള്ള ആ ഒരു പാരമ്പര്യമോ ഒന്നുമല്ല, സൽസ്വഭാവമാണ്. തുടർന്ന് ഇബ്നു അബ്ബാസ് എന്നവർ നമുക്കൊക്കെ ചിന്തിക്കാൻ പാകത്തിൽ, പഠിക്കാൻ പാകത്തിൽ ഉപമയിലൂടെ, ഉദാഹരണത്തിലൂടെ പറഞ്ഞു, ലികുല്ലി ബുന്യാനിൻ അസാസ്, എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു അടിത്തറയുണ്ടാകും. നമ്മുടെ വീടിനുണ്ട്, ഈ പള്ളിക്കുണ്ടല്ലോ, അല്ലേ? ആ അടിത്തറയുടെ ബലത്തിനനുസരിച്ചാണ്, ആ അടിത്തറയുടെ ശക്തിക്കനുസരിച്ചാണ് ആ കെട്ടിടത്തിന്റെ സുരക്ഷയും നിലനിൽപ്പും. 2018 പ്രളയം വന്നപ്പോ പല കെട്ടിടങ്ങളും നിലം പതിച്ചു. എന്താണ്? ബേസ് ശക്തമല്ലാത്ത, തറക്കുറപ്പില്ലാത്തൊക്കെ മുഖം കുത്തി വീണു. നമ്മുടെ പള്ളിയുടെ ഈ തറയുടെ ബലം കൊണ്ട് അന്ന് അത് അതിജയിച്ചു. ലികുല്ലി ബുന്യാനിൻ അസാസ്, എല്ലാ കെട്ടിടങ്ങൾക്കും ഒരു അടിത്തറയുണ്ടാകും. ആ അടിത്തറയുടെ പവറിനനുസരിച്ച്, ശക്തിക്കനുസരിച്ചാണ് ആ കെട്ടിടത്തിന്റെ സുരക്ഷയുള്ളത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ പോകേണ്ടി വന്നു ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക്. ചൂരൽമലയിലെ ഗവൺമെന്റ് സ്കൂൾ, ആ സ്കൂളാണ് ചൂരൽമല അങ്ങാടിയെ, പട്ടണത്തെ സംരക്ഷിച്ചത്. അവിടുത്തെ ആളുകൾ, വിവരമുള്ള ആളുകൾ പറയാൻ എന്താണ്, ഒന്നായിട്ട് വന്നപ്പോ ആ സ്കൂൾ അവിടെ ഉള്ളത് കൊണ്ട് ടൗണിലേക്ക് കയറാതെ ദിശ മാറി ഒഴുകിപ്പോയി.
നല്ല ശക്തി. ഇപ്പോഴും അതിന്റെ കോൺക്രീറ്റ് തൂണുകൾക്കൊക്കെ ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതെന്താണ്? അതിന്റെ ഫൗണ്ടേഷന്റെ, അതിന്റെ തറയുടെ കരുത്താണത്. എല്ലാ കെട്ടിടങ്ങൾക്കും തറയുണ്ട്. വഅസാസുൽ ഇസ്ലാം, ഇസ്ലാം എന്ന മനോഹര സൗധത്തിന്റെ തറ എന്താണെന്നറിയോ? മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഅസാസുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ അടിത്തറ ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. എന്നിലെ ഇസ്ലാം എന്നിൽ നിലനിൽക്കണോ? ഞാൻ സൽസ്വഭാവിയാകണം. നിങ്ങളിലെ ഇസ്ലാം കാറ്റും കോളും വരുമ്പോ, പ്രതിസന്ധികളുടെ പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റ് വരുമ്പോ, രാജ്യത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഭീഷണികൾ വരുമ്പോ, കുടുംബത്തിൽ പരീക്ഷണം വരുമ്പോ, അയൽപക്കങ്ങളിൽ എതിർപ്പ് വരുമ്പോ, സാമ്പത്തിക ക്ലേശം വരുമ്പോ, ഒരു ഉമ്മത്തെന്ന നിലക്ക് ഭീഷണി വരുമ്പോ ഇസ്ലാം ഭദ്രമായി നിൽക്കണോ? വേണോ? വേണമെങ്കിൽ ആ അടിത്തറ ക്ലിയർ ആകണം, അത് സുശക്തമാകണം. ആ അടിത്തറയാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ. കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതെന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ വളർച്ചയും വ്യാപനവും വികസനവും ഈ ലോകത്ത് സംഭവിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ പറഞ്ഞ ഖുലുഖുൻ അലീമിലൂടെയായിരുന്നു. അതിമഹത്തായ സ്വഭാവ ഗുണമാണ് അവിടത്തെ, അത് ഇസ്ലാമിന്റെ ബേസ്. പുന്നാര നബി തങ്ങളുടെ ആകർഷണീയമായ, മഹിതമായ, ഉന്നതമായ, ഉദാത്തമായ സൽസ്വഭാവമായിരുന്നു ഇസ്ലാമിന്റെ തറ. ആ തറയിലാണ് ദീൻ നിലനിന്നത്. ആ തറ കൊണ്ടാണ് എന്നെന്നും നിലനിൽക്കുന്നതും അത് വളരുന്നതും വികസിക്കുന്നതും. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലിനോട് അല്ലാഹു പറഞ്ഞതെന്താ? ഖുർആനിൽ കാണാമല്ലോ, എന്റെ ഹബീബായ റസൂലേ, അങ്ങ് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടണം എന്നല്ല. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, ഇങ്ങട്ടടിച്ച അങ്ങട്ടടിക്കും, ഇങ്ങോട്ട് അക്രമമാണെങ്കിൽ 10 മടങ്ങ് പവറിൽ അങ്ങട്ടടി വരും. ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാടതാണ്. അല്ലാഹു റസൂലിനോട് പറഞ്ഞത് അക്രമത്തെ അക്രമം കൊണ്ട് നേരിടാനല്ല, അസത്യത്തെ അസത്യം കൊണ്ട് നേരിടാനല്ല, കളവിനെ കളവ് കൊണ്ട് നേരിടാനല്ല, വഞ്ചനയെ വഞ്ചന കൊണ്ട് നേരിടാനല്ല, അസഭ്യങ്ങളെ അസഭ്യം കൊണ്ട് നേരിടാനല്ല, പിന്നെ നന്മ കൊണ്ട് നേരിടാൻ. അക്രമികളെ, തെമ്മാടികളെ ഏറ്റവും മെച്ചപ്പെട്ട പെരുമാറ്റം കൊണ്ട്, ഏറ്റവും മുന്തിയ നന്മ കൊണ്ട് പ്രതിരോധിക്കണം റസൂലേ എന്നാണ് അല്ലാഹു ഹബീബിന് ഉപദേശം നൽകിയത്. സൂറ ഫുസ്സിലത്തിന്റെ 34-ാമത്തെ ആയത്ത്, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവ കഅന്നഹു വലിയ്യുൻ ഹമീം. യാ റസൂലേ, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും തുല്യമല്ല, നന്മയും തിന്മയും സമമല്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. നന്മക്ക് മഹത്വമുണ്ട്, പവറുണ്ട്. തിന്മ അധമത്വമാണ് ഹബീബേ. നന്മയും തിന്മയും തുല്യമല്ല, നല്ലവരും മോശപ്പെട്ടവരും തുല്യരല്ല. ഇതൊരു വസ്തുതയാണ്, റിയലി ഇതൊരു സത്യമാണ്. എന്നാൽ അങ്ങയോട് അരുതായ്മ കാണിച്ച്, അക്രമം കാണിച്ച്, അവിവേകം കാണിച്ച് ഏതെങ്കിലും അക്രമി അങ്ങയുടെ മുന്നിൽ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയല്ല തങ്ങൾ വേണ്ടത്. പിന്നെന്താ വേണ്ടത്? ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ ഏറ്റവും മെച്ചപ്പെട്ട നന്മ കൊണ്ട് പ്രതിരോധിക്കണം. തിന്മയെ ഏറ്റവും അഹ്സൻ എന്നാ പറഞ്ഞത്, ഹസനത്ത് എന്നല്ല.
അഹ്സൻ എന്ന് പറഞ്ഞാൽ നന്മയിൽ ഏറ്റവും മൂല്യമുള്ള നന്മ. ആ നന്മ കൊണ്ടാണ് തിന്മയെ നേരിടേണ്ടത്. തങ്ങളെ, എന്റെ ആത്മമിത്രമേ, റഹ്മത്തുല്ലിൽ ആലമീനെ, തിരുദൂതരെ, അങ്ങ് അക്രമത്തെ ഏറ്റവും മെച്ചപ്പെട്ട നന്മ കൊണ്ട് നേരിടൂ. അസഭ്യത്തെ സഭ്യമായ ഭാഷ കൊണ്ട് നേരിടൂ. അധർമ്മത്തെ ധർമ്മം കൊണ്ട് നേരിടൂ. അസത്യത്തെ സത്യം കൊണ്ട് നേരിടൂ. അക്രമത്തെ നീതി കൊണ്ട് നേരിടൂ ഹബീബേ. അങ്ങനെ തങ്ങൾ ചെയ്യുന്ന പക്ഷം, എനിക്കും നിങ്ങൾക്കും അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല. എന്നാലും ബേസ് ഹുസ്നുൽ ഖുൽഖാണെങ്കിൽ കഴിയണം. അങ്ങനെ തങ്ങൾ ചെയ്യുന്ന പക്ഷം അങ്ങേക്കും അവർക്കുമിടയിൽ ശത്രുതയുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, ശത്രുതയുണ്ടെങ്കിൽ, കഅന്നഹു വലിയുൻ ഹമീം, ആ ശത്രുത പോയിട്ട് മിത്രമായി മാറാനുള്ള വഴിയൊരുങ്ങും റസൂലേ. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടാൽ, അനീതിയെ നീതി കൊണ്ട് നേരിട്ടാൽ, അങ്ങയുടെ ബദ്ധവൈരികൾ, കഠിന വിരോധികൾ, ശത്രുക്കൾ അങ്ങയുടെ മിത്രങ്ങളായി മാറും റസൂലേ. ലാഭക്കച്ചവടമല്ലേ? ശത്രുവിനെ എന്നും ശത്രുപാളയത്തിൽ തളച്ചിടലാണോ മിത്രമായി സ്വീകരിക്കലാണോ മെച്ചം? ലാഭക്കച്ചവടം എന്താ? നമ്മളെ ബിസിനസ്സിലെ ശത്രു ആയിക്കോട്ടെ, കുടുംബ ശത്രു ആവട്ടെ, അയൽപക്കത്തെ ശത്രു ആകട്ടെ, ഇസ്ലാമിന്റെ ശത്രു തന്നെ ആകട്ടെ, അയാളെ മിത്രമായി കൂടെ കിട്ടുമെങ്കിൽ ലാഭക്കച്ചവടം അതല്ലേ? ആ ലാഭക്കച്ചവടത്തിന്റെ വിലയാണ് ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം. ആ വില കൊടുത്താൽ ഏത് ശത്രുവിനെയും മേടിച്ചിട്ട് മിത്രമാക്കി മാറ്റാം എന്ന മെസ്സേജ് അള്ളാഹു പറയാൻ. ഈ ആയത്ത് ആരുടെ കാര്യത്തിൽ ഇറങ്ങിയതാ? മക്ക നേതാവ് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്ന കേമന്റെ കാര്യത്തിൽ അവതരിച്ചതാ. ഫുസ്സിലത്തിന്റെ 34-ാമത്തെ ആയത്ത്. ആരാ അബൂ സുഫിയാൻ? മക്കക്കാരുടെ നേതാവ്, ഖുറൈശി കൂട്ടത്തിന്റെ ശത്രു സൈന്യത്തിന്റെ കമാൻഡർ. ബദറിൽ അബൂജഹൽ വധിക്കപ്പെട്ടപ്പോൾ തുടർന്നുണ്ടായിരുന്ന യുദ്ധങ്ങളിൽ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പടനായകനായി ഉഹദിലേക്ക് വന്ന, ഖന്തക്കിലേക്ക് വന്ന, റസൂലിനെയും സൈന്യത്തെയും തുരത്താനും തകർക്കാനും കൊന്നുകൂട്ടാനും ശത്രുപ്പടയെ നയിച്ച യോദ്ധാവ്, കമാൻഡറായി വന്ന മക്കയിലെ ഖുറൈശി നേതാവാണ് ആര്? അബൂ സുഫിയാൻ. ബദറിലും തുടക്കത്തിൽ അങ്ങേരാണല്ലോ ആ കച്ചവട സംഘത്തെ നയിച്ചത്. അള്ളാഹുവിന്റെ റസൂലിനെയും സത്യവിശ്വാസികളെയും ഉപദ്രവിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയ മക്ക നേതാവാണ് അബൂ സുഫിയാൻ. അദ്ദേഹം എപ്പോഴാ മുസ്ലിം ആയതെന്നറിയാവോ നിങ്ങൾക്ക്? മക്കം ഫത്ഹിന്റെ തൊട്ടടുത്ത സമയം. ഇനി മസില് പിടിച്ചു നിന്നാ ചിലപ്പോ ഉടലിൽ തല കാണൂല എന്ന് ബോധ്യായപ്പോ അബൂ സുഫിയാൻ എപ്പോഴാ മുസ്ലിമായത്? ഇനി ഞാൻ എന്റെ പഴയ ലൈനിലൂടെ പോയാൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന ബോധ്യമുണ്ടായപ്പോഴാണ് അദ്ദേഹം മുസ്ലിമായത്. ആണ്. റസൂലുള്ള പക തീർത്തോ? വൈരാഗ്യം തീർത്തോ? ഇക്കണ്ട ഹലാക്ക് മുഴുവൻ ഉണ്ടാക്കിയ കൊടും ഭീകരനാണയാൾ, അയാൾക്ക് തൂക്കുകയറ് കൊടുക്കേണ്ടതാണ് എന്ന സ്റ്റേറ്റ്മെന്റ്, ജഡ്ജ്മെന്റ് ആണോ അള്ളാന്റെ റസൂല് പുറത്തിറക്കിയത്? അല്ല. അഹ്സനായ നിലക്ക് അബൂ സുഫിയാനെ ചേർത്ത് പിടിച്ചു. മക്കം ഫത്തേന്റെ അന്ന് മക്കാരൊക്കെ പേടിച്ചു പറിച്ചു, കല്ലെറിഞ്ഞ് ഓടിച്ചതാ. ഈ മനുഷ്യനെ മദീനയിലേക്ക് പോയതാ. എല്ലാ നിലക്കും ഉപദ്രവിച്ചു, അസഭ്യം പറഞ്ഞു, ചീത്ത പറഞ്ഞു, കല്ലിനെറിഞ്ഞു. ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല സുജൂദിൽ കിടക്കുമ്പോൾ ആ ശിരസിൽ ചാർത്തി. എന്തൊക്കെ ഉപദ്രവം പറ്റുമോ തിന്നാൻ കൊടുക്കാതെ ഊരി വിലക്കി ഈ മനുഷ്യൻ ഇതാ എല്ലാ അധികാരങ്ങളും പിടിച്ചടക്കി വന്നിരിക്കുന്നു. അവർ കിടുകിടാ വിറക്കുന്ന നേരത്ത് എന്താ റസൂല് പറഞ്ഞത്? മൻ ദഖല ദാറ അബീ സുഫിയാൻ കാന ആമിന. മക്കയിലേക്ക് വന്നിട്ട് മാർച്ച് ചെയ്ത് വന്നിട്ട് പറഞ്ഞത് മൻ ദഖല ദാറ അബീ സുഫിയാൻ കാന ആമിന. മക്ക നേതാവ് അബൂ സുഫിയാന്റെ വീട്ടിൽ ആരെങ്കിലും കേറി അഭയം പ്രാപിച്ചാൽ അവന്റെ രോമത്തിൽ ഒരാളും തൊടാൻ പാടില്ല. ചേർത്ത് പിടിച്ച് കണ്ടോ? അയാൾ പിറകെ
മഹാനായ സ്വഹാബിയായി മാറി. ഒപ്പിക്കൽ മാത്രമല്ല, പിന്നെ യുദ്ധങ്ങളിൽ, ഇസ്ലാമിന്റെ സമരമുറകളിൽ അദ്ദേഹം സജീവമാണ്. 2 കണ്ണും അള്ളാഹുവിന് സമർപ്പിച്ച ധീരയോദ്ധാവായ മഹാനായ സ്വഹാബിയാണ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. 2 കണ്ണ്. ത്വായിഫിന്റെ പോർക്കളത്തിൽ 1 കണ്ണുപോയി. അൽഹംദുലില്ലാ, ഞാൻ കുറെ ഉപദ്രവം ചെയ്തിട്ടുണ്ട്, 1 കണ്ണ് അല്ലാഹു സ്വീകരിച്ചല്ലോ, അതെനിക്കൊരു പ്രായച്ചിത്തമായേക്കാം. 2ാമത്തെ കണ്ണ് യർമൂക്ക് യുദ്ധ രണാങ്കണ ഭൂമിയിൽ 2ാമത്തെ കണ്ണും പോയി, അന്ധനായി, ബ്ലൈൻഡായി. അപ്പോഴും പറഞ്ഞു, ഇത് അല്ലാഹു സ്വീകരിച്ചത് കൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ മുൻകാല കലാപങ്ങളും അരുതായ്മകളും അള്ളാഹു പൊറുക്കാൻ. അങ്ങനെ 90 വയസ്സ് കഴിഞ്ഞിട്ട് മദീനയിൽ വെച്ചിട്ടാണ് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇതെന്തുകൊണ്ടാ സാധിച്ചത്? കൊടും ഭീകരനാന്നും പറഞ്ഞിട്ട് ശിക്ഷ കൊടുക്കാതെ ചേർത്ത് പിടിച്ചതിന്റെ ഫലല്ലേ? മഹാന്മാരായ സ്വഹാബാക്കൾ പരിശുദ്ധ ദീന് പറഞ്ഞതും പ്രചരിപ്പിച്ചതും പുണ്യ റസൂലിന്റെ ഇതേ രീതി ശാസ്ത്രപ്രകാരമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹവാസം കിട്ടിയ സ്വഹാബാക്കൾ ആ ഖുലുഖുൻ അലീം എന്ന് പറയുന്ന അതിമഹത്വായ പ്രകൃതം, സൽസ്വഭാവം, അത് പകർന്നു കിട്ടിയ സ്വഹാബാക്കൾ അവരാണ് ദീനിന്റെ പ്രചാരകരായ ആളുകൾ, ദീനിന്റെ വാഹകരായ ആളുകൾ അവരാണ്. അവരെ വർണ്ണിച്ചുകൊണ്ടല്ലേ, അവരെ പരിചയപ്പെടുത്തിക്കൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമ സമുദായം. സ്വഹാബാക്കളെ വിളിച്ചിട്ടാ പറഞ്ഞത്, നിങ്ങളാണ് ഖൈറു ഉമ്മത്ത് ഉഖ്രിജത്തിൽ ഇന്നാസ്. ഇനി അങ്ങോട്ടുള്ള മാനവ മക്കൾക്ക് ശരിയായ പാത കാട്ടാനുള്ള ആളുകൾ നിങ്ങളാണ്. മാനവ സമൂഹത്തിന്റെ മോചന പാത വെട്ടിത്തെളിയിക്കാൻ നിയുക്തരായ ഉത്തമ കൂട്ടമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഇനി നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങളാണ് അരുതായ്മകൾ വിലക്കേണ്ടത്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങളെ ഈമാനാ ക്ലിയർ ആയത്. സ്വഹാബാക്കളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞില്ലേ? ഈ സ്വഹാബാക്കളെ കൊണ്ടല്ലേ പിന്നെ ദീന് നിലനിന്നത് മുത്ത് റസൂലിന് ശേഷം. മഹാനായ ഇമാം മാലിക് ബിൻ അനസ്, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രഗത്ഭരായ നമ്പർ 1 ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ല പറയുന്നുണ്ട്, ഇന്നൻ നസ്വാറ ലമ്മാ റഔ സ്വഹാബത്തൻ, ഒരുപാട് ക്രിസ്ത്യാനിക്കൂട്ടം, വേദക്കാരായ ആളുകൾ മഹാന്മാരായ സ്വഹാബാക്കളുടെ ആകർഷണീയമായ രീതി കണ്ടപ്പോൾ, സ്വഭാവ പെരുമാറ്റ മുറകൾ കണ്ടപ്പോൾ, അസ്ലമൂ, അവർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരികയും വഖാലു, അവർ ഉറക്കെ പറയുകയും ചെയ്തു, ഹാഉലാഇ ഖൈറും മിനൽ ഹവാരിയീൻ, യേശുവിന്റെ മിത്രങ്ങളെക്കാൾ, യേശുവിന്റെ ശിഷ്യന്മാരെക്കാൾ മൂല്യമുള്ള ഉത്തമരായ കൂട്ടരാണ് മുഹമ്മദ് മുസ്തഫയുടെ അനുയായികളായ ഇവർ. യേശുവിന്റെ 12 ശിഷ്യന്മാരെക്കാൾ മൂല്യവും ഗുണവുമുള്ള മനുഷ്യരാണ് ഈ കൂട്ടരെന്ന് അവർ പറയുകയും ഇസ്ലാമിലേക്ക് കടന്ന് കൂടുതൽ വഴന്നും ലേഖനൊന്നും വേണ്ടി വന്നില്ലാന്നേ. സ്വഹാബാക്കളുടെ പെരുമാറ്റം, സൽസ്വഭാവം കണ്ടിട്ട് കൂട്ടം കൂട്ടമായിട്ട് നസ്വാറാക്കൾ ഇസ്ലാമിലേക്ക് വരികയാണ്. എങ്ങനെ വരാതിരിക്കുക? അവരെ സ്വഹാബാക്കൾ ഒരു കൃത്യം ഏൽപ്പിച്ചാൽ, ഒരു ഖാലിയാകണം, ഒരു നാട്ടിൽ ഗവർണറാകണം, ഒരു സ്ഥലത്ത് ഇമാമാകണം. ഈ ഡ്യൂട്ടി ഏൽപ്പിച്ച് റസൂലുള്ളാഹി അയക്കുമ്പോൾ അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താണെന്നറിയോ? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയും യമനിന്റെ ഭരണ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് യമനിന്റെ മണ്ണിലേക്ക് മദീന മുനവ്വറയിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ ആ 2 സ്വഹാബാക്കളെ വിളിച്ചു പറഞ്ഞ വാക്ക് ബുഖാരിയിലും മുസ്ലിമിലും, അതാ ചരിത്രത്തിലെ തങ്കളി ലിപികളാണത്. എന്താ പറഞ്ഞത്? നിങ്ങൾ യമനിൽ പോയിട്ട് വാളെടുത്ത് അങ്ങോട്ട് വെട്ടു തുടങ്ങിക്കോ. ഇതല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? യസ്സിറാ വലാ തുഅസ്സിറാ വബശ്ശിറാ വലാ തുനഫിറാ. യസ്സിറാ, നിങ്ങളെല്ലാം എളുപ്പമാക്കണം, ജനങ്ങളെ കഷായിപ്പിക്കരുത്, ജനങ്ങളെ പ്രയാസപ്പെടുത്തരുത്. യസ്സിറാ, നിങ്ങൾ സിമ്പിളായി ദീൻ പറയണം, സിമ്പിളായി ആരാധന പഠിപ്പിക്കണം, സിമ്പിളായി ആരാധനക്ക് നേതൃത്വം നൽകണം.
ഇസ്ലാമിന്റെ അച്ചടക്ക മര്യാദകൾ ബലാത്കാരത്തിലൂടെ അടിച്ചേൽപ്പിക്കരുതേ. വളരെ എളുപ്പമായിട്ട്. വലാ തുഅസ്സിറാ, ഞെരുക്കവും പ്രയാസവും ഉണ്ടാക്കരുത്. വബശ്ശിറാ, നിങ്ങൾ സന്തോഷം പകരണം, ഹാപ്പിനെസ്. ഇന്ന് ഇസ്ലാമിന്റെ ശത്രു, ഇസ്ലാമിൽ ഹാപ്പിനെസ് ഇല്ലാന്നാ, ഇസ്ലാം ഇല്ലാത്തവിടത്ത് പച്ച നുണ പറയാൻ. ബശ്ശിറാ, സമൂഹത്തെ നിങ്ങൾ സന്തോഷിപ്പിക്കണം, അവർക്ക് ആനന്ദം പകരണം. വലാ തുനഫിറാ, നിഫ്റത്ത് ഉണ്ടാക്കരുത്. നഫ്റത്ത് നമുക്കറിയാലോ, നഫ്റത്ത് കെ ബസാർ മേ മുഹബ്ബത്ത് കി ദുകാൻ അല്ലെ, മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. പലരും ഇതിനെ കളിയാക്കി. വെറുപ്പിന്റെ കമ്പോളത്തിൽ പട്ടണത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചത് സ്നേഹത്തിന്റെ കമ്പോളമാണ്, സ്നേഹത്തിന്റെ പ്രവിശാലമായ പട്ടണമാണ്. അതൊരു ചെറിയ ചായക്കടയൊന്നുമല്ല, അതാണ് ഇസ്ലാം. ബശ്ശിറാ, ജനങ്ങളെ നിങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നിട്ട് സന്തോഷിപ്പിക്കണം. വലാ തുനഫിറാ, വെറുപ്പുൽപാദിപ്പിക്കരുത്. ഇന്നിപ്പോ ഏറ്റവും വലിയ ഈ രാജ്യത്തിന്റെ ശാപം, കേരളത്തിന്റെ ശാപം വെറുപ്പുൽപാദന ഫാക്ടറികളാണ്. ആദ്യം വേണ്ടത് നമ്മളെ ഗവൺമെന്റ് ഈ ഫാക്ടറികൾ അടച്ചുപൂട്ടാ വേണ്ടത്. സോഷ്യൽ മീഡിയയും തന്നെ പണി, പരസ്പരം തമ്മിലടുപ്പിക്കുക. ഒരു മറുനാടൻ മലയാളി എന്നൊരു സാധനമുണ്ട്, അതിന്റെ ശൈലി ഏറ്റുപിടിക്കുന്ന ഒരുപാട് ചാനലുകളുണ്ട്. ഇവരെ പണി തന്നെ ഇതാണ്, വെറുപ്പുൽപാദിപ്പിക്കുക. ദേശീയ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങൾക്ക് ഈ പണിയുണ്ട്. ഇപ്പൊ ഈ യുദ്ധ സമാനമായി യുദ്ധം നടക്കുന്ന നേരത്തെ എപ്പോഴും എന്താ പണി? ഇന്ത്യൻ മണ്ണിലുള്ള ആളുകളെ തമ്മിലടുപ്പിക്കുക. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഇവിടത്തെ ഐക്യത്തിന് വേണ്ടി ഇത്തരം ഫാക്ടറികൾ അടച്ചുപൂട്ടാണ് ആദ്യം വേണ്ടത്. ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം. ഇവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ബഷീറ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കട്ടെ, മുസ്ലിം ഉമ്മത്ത് സന്തോഷവാന്മാരാകട്ടെ. നിഫറത്ത് ഒരിക്കലും ഉണ്ടാക്കണ്ട. അങ്ങനെയുള്ള ഒരു പ്രസംഗമോ ശൈലിയോ രീതിയോ നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് കേട്ട സ്വഹാബാക്കളെ ശൈലി സുബ്ഹാനല്ലാഹ്, അത്ഭുതം തോന്നും ചരിത്രം. ഇതൊക്കെ വെറും വയലല്ലട്ടോ പൊന്നാര മോമിനീങ്ങളെ. മൊയ്ലിയർക്ക് എന്തെങ്കിലും ഒരു വിഷയം വേണമല്ലോ, അങ്ങേരിപ്പോൾ സൽസ്വഭാവം എടുത്തിട്ട് കുറച്ചാണ് പറയട്ടെ, നിങ്ങൾ അങ്ങനെ കേൾക്കരുതേ. ഞാൻ എന്നോട് എൻ്റെ ഉള്ളിലേക്ക് പറയാണിത്, നിങ്ങളൊക്കെ കേട്ടോളൂ, ഇത് ലാഭമുള്ള കച്ചവടമാണ്. മഹാന്മാരായ സ്വഹാബാക്കൾ ആരംഭ റസൂലിന്റെ ഇത്തരം നിർദ്ദേശങ്ങൾ, പരിശുദ്ധ റസൂലിന്റെ ആ തിരുനാവിൽ നിന്ന് കേട്ട മഹിതമായ കൽപ്പനകൾ, ആ തിരുജീവിതം, അവരുടെ മുന്നിൽ സമർപ്പിച്ച ജീവിതം, ഇതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച സ്വഹാബാക്കൾ എങ്ങനെയാണ് ജീവിച്ചത്? ഒരു ഉദാഹരണം, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരാൾ വന്ന് ചീത്ത പറയാൻ, ചീത്ത പറയപ്പെടാൻ ഒന്നും ആ പരിശുദ്ധ ജീവിതത്തിലില്ല. നബിമാര് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ക്വാളിറ്റിയുള്ള മുഅ്മിനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. സർവ്വ മുഅ്മിനീങ്ങളെ ഈമാനും എന്റെ അബൂബക്കറിന്റെ ഈമാനും ഒന്ന് തൂക്കിയാല് എന്റെ അബൂബക്കറിന്റെ ഈമാന് മുൻതൂക്കമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അവിടത്തെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും ഒന്നുമില്ല. ഒരാൾ വന്നിട്ട് വഴക്ക് പറയാണ്, ചീത്ത പറയാണ്. ഈ ചീത്ത കേട്ടപ്പോ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇൻ കുൻത സ്വാദിഖൻ ഫഗഫറല്ലാഹു ലീ വഇൻ കുൻത കാദിബൻ ഫഗഫറല്ലാഹു ലക. തെറി പറഞ്ഞ മനുഷ്യനോട് എന്താണ് പറഞ്ഞറിയോ? തെറി പറഞ്ഞ മനുഷ്യനോട് പറയാ, ഇൻ കുൻത സ്വാദിഖൻ ഫഗഫറല്ലാഹു ലീ, നീ ആ പറഞ്ഞത് നേരാണെങ്കിൽ, സത്യാണെങ്കിൽ. കാരണം ആ പറഞ്ഞ കുറ്റാണല്ലോ ഈ പറഞ്ഞത്. നീ ആ പറഞ്ഞ കുറ്റം എന്നിലുണ്ടെങ്കിൽ ഫഗഫറല്ലാഹു ലീ, ആ കുറ്റം എനിക്ക് അല്ലാഹു പുറത്തു തരട്ടെ. ചീത്ത പറഞ്ഞവനോടെ വഇൻ കുൻത കാദിബൻ, ഇല്ലാത്ത കഥയാണ് എന്നെ കുറിച്ച് നീ കുറ്റം പറയുന്നതെങ്കിൽ, ഇല്ലാ കഥകളാണ് നീ തെറിയായിട്ട് ചീത്തയായിട്ട് എന്നോട് പറയുന്നെങ്കിൽ ഫഗഫറല്ലാഹു ലക്, അത് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ. ഇങ്ങനെ ഒരു തെറി പറയുന്ന ആളോട് പ്രതികരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനാ നിങ്ങളായിക്കോട്ടെ, എന്തായിരിക്കും അവസ്ഥ? ഒരാള് മുണ്ടിനടിയുള്ള അവയവത്തിന്റെ പേര്, ആ സത്യമുള്ളോ അവിടെ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ അവിടെ ഉണ്ടല്ലോ,
നീ ആ പറഞ്ഞത് നേരാണെങ്കിൽ നിനക്ക് അള്ള പൊറുക്കട്ടെ, നേരാണെങ്കിൽ എനിക്ക് പൊറുക്കട്ടെ കുറ്റം കുറവും. നീ നുണ പറയുകയാണെങ്കിൽ, കളവാണ് പറയണമെങ്കിൽ അള്ള നിനക്കും പൊറുക്കട്ടെ. ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ അയാൾ മിത്രാവൂലേ? രണ്ടാമത്തെ തെറി മാന്യത, മനുഷ്യത്വം ലവലേശ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ തെറി തുടരുമോ? പിന്നെ ചീത്ത തുടരുമോ? സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വളം വെച്ചു കൊടുക്കുമ്പോഴല്ലേ പിന്നെ അത് ശക്തിപ്പെടുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൽ സ്വഭാവത്തിന്റെ മകുടോദാഹരണമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സ്വഹാബാക്കളെ ചരിത്രം നമുക്ക് പറയാൻ സമയമില്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുഅത്ത് എന്ന അഗ്നിയാരാധകന്റെ കുത്തേറ്റ് വീണപ്പോ, മർമ്മത്തിൽ കുത്തുകൊണ്ട് ഇത് തന്റെ മൃത്യുവിന് മതിയായ കാരണമാണെന്ന് ബോധ്യമായ സമയത്ത്, രക്തം ഇങ്ങനെ ചീറ്റി ഒഴുകിപ്പോകുന്ന നേരത്ത് സ്വഹാബാക്കൾ താങ്ങിയെടുത്ത് കിടത്തുകയാണ്. അപ്പ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താ അറിയോ? എന്നെ കുത്തിയ ആൾ മുസൽമാനാണോ? എന്താ ചോദിച്ചത്? എന്നെ കുത്തിയ ആള്, അന്ന് ആഭ്യന്തര കലഹമുള്ള കാലാണ്. എന്നെ കുത്തിയ ആള് മുസ്ലിമാണോ? ഖാലൂല, മുസ്ലിമല്ല, മജൂസിയാണ്. ഫഖാല അൽഹംദുലില്ലാ, സമാധാനായി. എന്തുകൊണ്ട്? നാളെ റബ്ബിന്റെ കോടതിയിൽ എന്റെ പ്രതിയായി ഒരു മുസ്ലിം വന്ന് നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. കണ്ടോ, ആ നേരത്തുള്ള മനസ്സാണത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ധനം മോഷ്ടിക്കപ്പെട്ടു, കളവ് ചെയ്യപ്പെട്ടു, കള്ളൻ കട്ടുകൊണ്ടുപോയി. ആ സമയത്ത് സ്നേഹിതന്മാർ വന്നിട്ട് പറഞ്ഞു, അങ്ങ് തിരുമുസ്തഫായുടെ ഉറ്റമിത്രവും അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയുമായിരുന്നല്ലോ, അങ്ങയുടെ ധനല്ലേ ഈ കള്ളം കൊണ്ടുപോയത്? അതുകൊണ്ട് അങ്ങൊന്ന് ദുആ ചെയ്യൂ, ഞങ്ങൾ ആമീൻ പറയാം. ആ കള്ളൻ പാഠം പഠിക്കണം. അങ്ങയെപ്പോലത്തെ നിഷ്കളങ്കരായ റസൂലിന് പ്രിയപ്പെട്ട ഒരു സ്വഹാബിയെ ഉപദ്രവിക്കുകയോ പ്രാർത്ഥിക്കുക ആ കള്ളനെതിരെ, ഞങ്ങൾ ആമീൻ പറയാം എന്ന് ഇബ്നു മസ്ഊദ് എന്നവരോട് സ്നേഹിതന്മാർ വന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി ദുആ ചെയ്തു. എന്തായിരുന്നു ദുആ? അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നഹു മുഹ്താജുൻ ഇലൈഹി ഫബാരിക് ലഹു ഫീ വഇൻ കാന ഗൈറ മുഹ്താജിൻ ഇലൈഹി ഫജ്അൽഹു ആഖിറ ദംബിൻ ഫീ ഹഖിക യാ അല്ലാഹ്. എന്താ ദുആ ചെയ്തത്? ധനം കള്ളൻ കട്ടുകൊണ്ടുപോയി. ആ സമയത്ത് ആ കള്ളന് പാഠം പഠിപ്പിക്കാൻ ദുആ ചെയ്യാൻ കൽപ്പിച്ചാണ് സ്നേഹിതന്മാർ വന്നത്. ദുആ ചെയ്തു. എന്താ ചെയ്തത്? അല്ലാഹുമ്മ, എൻ്റെ അല്ലാഹ്, ഇൻ കുൻത തഅലമു അന്നഹു മുഹ്താജുൻ ഇലൈഹി, എൻ്റെ സ്വത്ത്, എൻ്റെ ധനം അപഹരിച്ച് മോഷണം നടത്തി കൊണ്ടുപോയ വ്യക്തി അവൻ അതിലേക്ക് ആവശ്യക്കാരനാണെങ്കിൽ, അവൻ്റെ കുട്ടികളുടെ പട്ടിണി മാറ്റാനാണ് മോഷ്ടിച്ചതെങ്കിൽ, അവന് ജീവിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെ കട്ടതാണെങ്കിൽ, പടച്ചവനെ എനിക്ക് പരാതിയില്ല, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രല്ല, ഫബാരിക് ലഹു ഫീ, ആ മോഷ്ടിച്ചു കൊണ്ടുപോയ ധനത്തിൽ നീ ബറക്കത്ത് ചൊരിച്ചു കൊടുക്കണമേ അല്ലാ, അത് അയാൾക്ക് മതിയാകുന്ന ധനമാക്കി കൊടുക്കണമേ അല്ലാ. എല്ലാ കള്ളന്മാരും ഒരുപോലെ അല്ലല്ലോ ജീവിക്കാൻ വേണ്ടി മോഷണം നടത്തുന്നത്. നമ്മളെ വേടന്റെ പാട്ടിൽ പറഞ്ഞ പോലെ ഇപ്പൊ പിള്ളേരൊക്കെ വേടന്റെ പിന്നാലെ. എനിക്ക് ആ സാധനത്തിന് അറിയില്ലായിരുന്നു. ഏതാണ്ടൊരു മാസം മുമ്പ് എൻ്റെ രണ്ടാമത്തെ ആൺമകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ മൊബൈലിലൊരു പാട്ടിട്ടിട്ടുണ്ട്. കടലിൻ്റെ മക്കളാന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഞാനിത് കേട്ട് എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നല്ല മദ്ഹ് പാട്ട് എന്തെങ്കിലും വെച്ചൂടെ? അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പാട്ട് എന്ത് വലക്കമല പാട്ടാത്. ഞാൻ പറഞ്ഞ അവനോട് ഒരു മാസം മുമ്പ്. എനിക്കറിയില്ലായിരുന്നു ആ പാട്ടിന്റെ ആഴവും എന്താണ് സംഭവം. ഇപ്പൊ അതാകെ വിവാദമായി. പുലിപ്പല്ലോ പുലിനഖമോ എന്തോ അറസ്റ്റും വിഷയങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വാർത്ത വായിച്ചപ്പോഴാണ് അയാളെ കുറിച്ചൊന്ന് തിരിഞ്ഞു നോക്കിയത്. അയാൾ അനുകരണീയനായ ഒരാളൊന്നും അല്ല. കള്ളും കഞ്ചാവും അയാളുടെ റാപ്പ് ഗാനങ്ങളിലുള്ള തെറികളും അതൊന്നും അനുകരിക്കപ്പെടാവതല്ല. ഇന്ന് കുണ്ടന്മാരൊക്കെ ഇടുക്കിയിൽ വന്നിട്ട് അവിടെ സ്ഥലം മതിയായില്ല എന്നാ പറയുന്നത്. ഗവൺമെന്റാ പ്രൊമോട്ട് ചെയ്തായിക്കോട്ടെ, അദ്ദേഹത്തിൽ ചില നന്മകളുണ്ട്. പലസ്തീനിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം, അതുപോലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശബ്ദം, ഇതൊക്കെ നല്ലതാണ്. ആ കൂട്ടത്തിലുണ്ടല്ലോ, കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിക്കും. നല്ല ആശയം. കാട് കക്കുന്നു, തോട് കക്കുന്നു, റോഡ് കക്കുന്നു, പാലം കക്കുന്നു, എന്നിട്ട് അവൻ തമ്പുരാനായി നടക്കുമ്പോൾ പശിയടക്കാനുള്ള ചോറ് കട്ടവൻ മൃഗീയമായി അറുകൊല ചെയ്യപ്പെടുന്നു. നല്ല ആശയം തന്നെയാണ്.
എന്നാ എല്ലാം അങ്ങനെയല്ല. നീ തമ്പുരാനാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തെറി പറയുന്നുണ്ട്. തെറിയൊന്നും നല്ല സംസ്കാരമല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടാം. കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. കള്ളിനെ ഒന്ന് ചെറുതായിട്ട് മദ്യത്തെ ഒന്ന് തലോടുന്നുണ്ട്, ഇതൊന്നും ശരിയല്ല. എന്താവട്ടെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താ അറിയോ? എല്ലാ കള്ളന്മാരും ഒരുപോലെയല്ല. പടച്ചോനെ, ഇവൻ ഈ അടിച്ചു മാറ്റി കൊണ്ടുപോയത് ആവശ്യക്കാരനാണെങ്കിൽ ഫബാരിക് ലഹു ഫീ, നീ അവന് ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്. നേരെ മറിച്ച് അനാവശ്യമായി മോഷ്ടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ, കള്ളുടിക്കാനാണ്, വ്യഭിചരിക്കാനാണ്, തെറ്റായ കാര്യത്തിന് വേണ്ടിയാണ് എന്റെ ധനം തട്ടി മാറ്റിയതെങ്കിൽ ഫജ്അൽഹു ആഖിറ ദംബിൻ, ആ മനുഷ്യൻ ചെയ്യുന്ന അവസാനത്തെ കുറ്റമാക്കണേ. ഇനി അവനെ കൊണ്ട് കുറ്റം ചെയ്യിക്കരുതേ, ഇത് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാഹ്. ഇതാണ് സൽസ്വഭാവം. അല്ലാതെ ഒരു ആർട്ടിഫിഷ്യൽ സ്മൈൽ അല്ല, അങ്ങനെ ഒരു വെളിച്ച ചിരി, അതല്ല. ഒരു സഹാബി വന്ന് റസൂലിനോട് ചോദിച്ചാൽ എന്താണ് സൽസ്വഭാവം? ഉടനെ ഓതി മുത്ത് റസൂൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. ആദ്യം പറഞ്ഞാൽ എന്താ? മാപ്പ് കൊടുക്കുക. ആർക്കാ മാപ്പ് കൊടുക്കേണ്ടത്? ചുമ്മാ റഹീം കാക്ക് ഞാൻ മാപ്പ് തരണം, നിങ്ങൾ എന്തെങ്കിലും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഈ ഇരിക്കണ നിരപരാധി എപ്പോഴാ മാപ്പ് കൊടുക്കേണ്ടത്? ദ്രോഹിക്കുമ്പോ, നാക്ക് കൊണ്ട്, നോട്ടം കൊണ്ട്, കയ്യുകൊണ്ട്, സമ്പത്ത് കൊണ്ട് ഉപദ്രവിക്കുമ്പോഴാണ്. ഖുദിൽ അഫ്വ, മാപ്പ് കൊടുക്കുക. വഅ്മുർ ബിൽ ഉർഫി, ഫിത്നയും ഫസാദും പറയല്ലേ, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വർത്താനം പറയല്ലേ, നല്ലത് പറയാ. വഅ്മുർ ബിൽ ഉർഫി, നല്ലത് പറഞ്ഞിട്ടും വഴങ്ങാത്ത ബുദ്ധി കെട്ടുപോയവനാണെങ്കിൽ വഅരിദ് അനിൽ ജാഹിലീൻ, ആ ഭാഗം മാറ്റി വെച്ചേക്കുക. അത്തരം ആളുകളെ അങ്ങോട്ട് ഒഴിവാക്കിയേക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുവ അൻതസ്വില മൻ ഖതഅക, സൽസ്വഭാവം എന്നാൽ നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം സ്ഥാപിക്കലാണ്. ഇത് വഴന്നു പറയാൻ എളുപ്പാട്ടോ, പക്ഷെ ഇത് പ്രയോഗവൽക്കരിച്ചാൽ ഏറ്റവും റാങ്കോടെ പാസ്സാകുന്ന മുഅ്മിൻ നിങ്ങളാകും, ഞാനാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൻതസ്വില മൻ ഖതഅക, നിങ്ങളോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചു, നിങ്ങളുമായിട്ടുള്ള ബന്ധം ഡിസ്കണക്റ്റാക്കി ഒഴിഞ്ഞുപോയാൽ നീ അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കുക. ഞാൻ എന്തിനാ കൊച്ചാപ്പാന്റെ മോനോട് മിണ്ടണേ? എന്നോട് പിണങ്ങി പോയേക്കണതല്ലേ? ആയിക്കോട്ടെ മോനെ, നീ ഒന്ന് സലാം പറഞ്ഞു നോക്ക് അങ്ങോട്ട്. നിന്റെ ശൈത്താനും മനസ്സും സമ്മതിക്കൂല, എന്നാലും ഒന്ന് സലാം പറഞ്ഞു നോക്ക്. ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മുഖം തിരിച്ചു പോവാ ചെയ്തത്. ആയിക്കോട്ടെ മോനെ, ഒന്നുകൂടെ പറഞ്ഞു നോക്ക്. മൂന്നാമത്തെ തവണ അവൻ സലാം അടക്കിയാലോ? അൻതസ്വില മൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുക. വതുഅതിയ മൻ ഹറമക, നിനക്ക് തരാത്തവന് നീ നൽകുക. അവിടെ സൽക്കാരുണ്ടായിട്ട് മട്ടനും ചിക്കനും ഫിഷൊക്കെ വെച്ച് വിളമ്പിയിട്ട് എന്റെ വീട്ടിലെ മക്കൾ അതിന്റെ മണമടിച്ച കൊതിച്ച് വായിൽ വെള്ളമൂറിയപ്പോ ഒരു പീസ് പോലും തരാത്ത ദുഷ്ടൻ ഇനി ഇവിടെ എന്ത് പരിപാടി ഉണ്ടാക്കിയാലും കൊടുക്കുന്ന പണി അതല്ല. വതുഅതിയ മൻ ഹറമക, നിനക്ക് തന്നിട്ടില്ലെങ്കിലും നീ അങ്ങോട്ട് കൊടുക്കണം മോനെ. നിന്നോട് അരുതായ്മ ചെയ്ത, നിന്നെ ആക്രമിച്ചവർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കും മോനെ. ഇതാണ് സൽസ്വഭാവം. ഇതൊന്ന് ചെയ്യാൻ കഴിഞ്ഞാൽ ലാഭകച്ചവടാവും. അബൂ സുഫിയാൻ മിത്രായില്ലേ? അതിലും വലുതൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിലുള്ള ക്രൂരന്മാർ. ഏത് വൃത്തികെട്ടവനും നന്നായി ആത്മമിത്രമായി വരുന്ന ഒരു രീതി ശാസ്ത്രമാണ് ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇപ്പൊ റസൂലിന്റെ ശൈലി പറഞ്ഞു, സാമ്പിളിന് വേണ്ടി സഹാബാക്കളെ ശൈലി പറഞ്ഞു. ഇനി താബികളുടെ, ഇമാമുകളുടെ, വലിമാരുടെ ശൈലി ഇൻഷാ അല്ലാഹ് അതുകൂടെ പറഞ്ഞിട്ട് നമുക്കിത് ആർജിക്കാൻ എന്താണ് മാർഗം, നമ്മുടെ ദുസ്വഭാവങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ എന്താണ് മരുന്ന്, നമുക്കൊന്ന് അന്വേഷിക്കാം. അങ്ങനെ നമുക്കും സൽസ്വഭാവികളായി മാറാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.